ഒരു ഇളവ് വേണമെങ്കിൽ അത് സഹിയാക്കി തരാം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് വേണമെങ്കിൽ സഹിയാക്കി തരാം. ഇനി സഹിയാണെങ്കിൽ തന്നെ അതിന് വേറൊരു വ്യാഖ്യാനം, ഒരു ലൂ പോയിന്റ്. അതെന്താ? അത് പറയട്ടെ, മൂപ്പര് പറയട്ടെ. അതായത് കുട്ടികൾ പ്രസവിക്കുമ്പോൾ കരയാനുള്ള കാരണം ശാസ്ത്രം ശരിക്കും നിർവഹിച്ചിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നത് കുട്ടികൾ പ്രസവിക്കുന്ന കാര്യങ്ങളെന്ന് അത് 2-3 കാരണം. ഒന്ന്, നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ഈ വായ മൂക്കൊക്കെ ശൂന്യമായിട്ട് കിടക്കുക, വായുല്ല. പുറത്തേക്ക് വരുന്ന സമയത്ത് വായു അടിച്ചു കയറുകയാണ് വായിലേക്കും മൂക്കിലേക്കൊക്കെ. പിന്നെ കണ്ണിലേക്ക് പ്രകാശം ഉണ്ടാവുകയാണ്, അനുഭവപ്പെടുകയാണ്. ഈ കാരണത്താൽ കുട്ടി കരിയാണ് എന്നാ. അപ്പൊ അതൊരു ശല്യാണ്. അപ്പൊ ആ ശല്യത്തെ എന്താണ് പിശാച് കുട്ടിനോട് ഉപമിച്ച് അതിന് 100 കണക്കിന് സംഭവം ഖുർആനിലെ ഹദീസുകളാണ്. തമ്മാടികളെ ശൈത്താൻ പ്രയോഗിച്ചതൊക്കെ എത്ര സംഭവം ഉണ്ട്. റൂസുന്നൊക്കെ റൂസ് ഷയാത്തി എന്ന് പറഞ്ഞ് അവിടെ ഭൂരിപക്ഷം മുഫസ്സിർ പറഞ്ഞ ചെടിയാണ് എന്നാ. റൂസ് ഷയാത്തി എന്നാണ് ഭൂരിപക്ഷം മുഫസ്സിരിങ്ങൾ. അതിലൊരു കൂട്ടരെ തരം സർപ്പാണെന്ന ശൈത്താൻ ഉദ്ദേശിച്ചത്. അതിനെ ശൈത്താൻ ഖുർആൻ പ്രയോഗിച്ചത്. അങ്ങനെ എത്രയോ സ്ഥലത്ത് പലതിനും തമ്മാടികൾക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ശൈത്താനുള്ളത്. അതുപോലെ പ്രയോഗമാണെന്ന് അർത്ഥം. മറിയം ബീബി അലൈഹി ഇസ്ലാമിനും പിന്നെന്താണ് ഈസാ നബിക്കും എന്താണ് ആ ശല്യം അള്ള ചെയ്യിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ട് കാര്യത്തില്ല, അത് പിശാചിലേക്ക് ചേർത്തിയത് മാത്രമേ ഉള്ളൂ. ഇത് സംഭവം എന്താണ്? ശഹിയാണെങ്കിൽ തന്നെ കണ്ടോ, ശഹിയാണെങ്കിൽ തന്നെ ഒരു ഔദാര്യം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് ശഹിയാണെങ്കിൽ തന്നെ. അതെന്താ? അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എന്ത്? ഒരു കുട്ടി ജനിക്കുമ്പോൾ വായു ഇടിച്ചു കയറും, അത് ശൈത്താനോട് ഉപയോഗിച്ചാണ്. ഈസാ നബിക്ക് ആ പ്രയാസം ഉണ്ടായില്ല, മറിയം ബീവിക്ക് ആ പ്രയാസം ഉണ്ടായില്ല. എന്ത് ദൈവപുത്രനാക്കുരര് അവർ ശ്വസിച്ചില്ലേ, അവർക്ക് ഇടിച്ചു കയറില്ലേ വായു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസ് കിട്ടിയാൽ ഇവർ അതിനനുസരിച്ചിട്ട് കോട്ടിമാട്ടാണ്. എന്നിട്ട് പറയാ ഹദീസ് നേർക്കുനേരെ ഉദ്ധരിക്കാൻ പറ്റൂല, വേണമെങ്കിൽ ഇങ്ങനെ സഹിയാക്കാം. എങ്ങനെ? വായു ഇടിച്ചു കയറുമ്പോ കരയണാണ്, അത് ശൈത്താനാന്ന് പറഞ്ഞാണ്. അല്ല ശൈത്താൻ കുത്തനല്ല, ശൈത്താൻ കുത്തനല്ല. നിങ്ങളെ കൊണ്ട് കുത്തിക്കും ഞങ്ങള് കേട്ടോളൂ. കൃത്യമായി തന്നെ കുത്തിക്കുന്നത്, ശൈത്താൻ കുത്തുന്നത് കേട്ടോളൂ. കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ ജനിച്ച ഉടനെ, അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ്. കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാൻ മെനക്കെടുകയൊക്കെ ചെയ്യും. അത് പ്രകൃതിപരമായൊരു നിയമമാണ്, കുട്ടി കരയും. എന്നാൽ ഈ കുട്ടി കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉണ്ടെന്ന്, ഉണ്ടായേക്കാം നല്ല ഉണ്ട്. മാമിൻ ബനി ആദമ മിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല ഇല്ലാ മസ്സഹു ശൈത്താനു ഇദീന ഉലിദ, ജനിച്ചാലുടനെ പിശാച് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മളാരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാച് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങും. മിൻ മസ്സി ശൈത്താൻ, പിശാച് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാച് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നില്ലോ, അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്. ജനിച്ച കുട്ടിനെ വന്ന ശൈത്താൻ വന്ന് തൊട്ട് വേദനാക്കുന്നു, അതാ ശൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അള്ളാഹുവെ കുട്ടിയെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി നൽകി. അത് അംഗീകരിക്കാൻ വടവൂരിലുണ്ടോ? റസൂൽ എന്ന് പറഞ്ഞ വിശദീകരണം ആരെങ്കിലും അംഗീകരിക്കും? ഇവർ അംഗീകരിക്കോ? ഇല്ല. ഒരുങ്ങോ? അത് സ്വീകരിക്കോ? ഇല്ല. എന്നിട്ട് അതിനെ പരിഹസിക്കുക, റസൂലുള്ളാഹിന്റെ ഹദീസുകളെ പരിഹസിക്കുക. അതിന് ഞങ്ങൾ അംഗീകാരം തരണമെന്നോ? ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നോ? ഞങ്ങൾ മിണ്ടരുതെന്നോ? ഞങ്ങൾ പറയരുതെന്നോ? നിങ്ങൾ ചിന്തിക്ക്. ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഞങ്ങളെന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ബോധ്യമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളും പ്രതികരിക്കും. ബോധം വേണം, അല്ലാതെ നമ്മുടെ മൊല്ലാക്കയുടെ അവസ്ഥയായിട്ട് കാര്യമില്ല. മൂപ്പരിങ്ങനെ നോട്ട് കൊടുത്തിരിങ്ങനെ വിട്ടിട്ടിങ്ങനെ ഏതാണ്ട് എന്താ ഈ പറയണത്, എന്താ മറുപടി, എന്താ പറയേണ്ടത് ഇതൊന്നും മൂപ്പർക്ക് അറിയില്ല. മൂപ്പർക്ക് ആകെ ഒരു വെടിക്കെട്ട് അറിയാം. ഞാൻ 3 സ്ഥലത്ത് ഏതാണ്ട് മൂപ്പർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്ത് മുമ്പ് റൗണ്ട് കഴിഞ്ഞതാ, അതിനുശേഷം 2ാം റൗണ്ടിൽ 3 വട്ടം കേട്ടു. 3-1 ഒരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ പുതിയത് അല്ലെങ്കിൽ ഏതെങ്കിലും മറുപടി എന്നുള്ളതിനൊക്കെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നെന്താണെന്നറിയോ,
ഈ രൂപത്തിൽ കഴിവിന്റെ പരമാവധി റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ചവിട്ടാൻ കിട്ടുന്നിടത്ത് ചവിട്ടുക. ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളോട് പറയാ, ഞങ്ങൾക്കൊരു ഉപദേശമുണ്ട്. നിങ്ങൾ മതം മറന്നുപോയി. മടവൂരികൾ മതം മറന്നു. മതമെന്തെന്ന് മറന്നു, ഇസ്ലാം എന്തെന്ന് മറന്നു, ആദർശമെന്തെന്ന് മറന്നു, തൗഹീദ് എന്തെന്ന് മറന്നു, സുന്നത്ത് എന്തെന്ന് മറന്നു, ഹദീസ് എന്തെന്ന് മറന്നു, പ്രവാചക കൽപ്പന എന്തെന്ന് മറന്നു. അതുകൊണ്ട് തന്നെ അത് പഠിക്കണം. നിങ്ങൾ മുന്നിൽ വെച്ച് പഠിക്കണം, നിവർത്തി വെച്ച് പഠിക്കണം, ആത്മാർത്ഥതയോടെ പഠിക്കണം. ആ ഒരു നസീഹത്ത് അത് മാത്രമാണ് നിങ്ങൾക്ക് കൈമാറാനുള്ളത്. കേട്ടോളൂ. അത് ആ താക്കീത് ഞങ്ങളല്ലാത്തവരിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നേതാവിന്റെ ചരിത്രം ജനങ്ങൾ പഠിക്കുന്നത്? നമ്മളെന്താണ് ചെയ്യലിപ്പോഴൊക്കെ നമ്മളെ നാട്ടിലെ പഠിത്തം ബുഖാരിയോ മുസ്ലിമോ പഠിക്കാന്നുള്ളതേ കഴിയുള്ളൂ. നമ്മളവിടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്ന് ജീവിക്കുന്ന വ്യക്തി വരെ കണ്ണി അറ്റുപോവാതെ വിശ്വാസയോഗ്യമായി പരമ്പരയോടുകൂടി അതാണ് ഹദീസ്. അത് പഠിക്കതിന്റെ വില അതെന്താന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് മിണ്ടുന്നതിന് മുമ്പ്. അതുകൊണ്ട് അത് ഫഖ്റ, അഭിമാന. ലോകത്താരെ മുമ്പിലും പറഞ്ഞോ, ഞങ്ങളുടെ നബിയുടെ ജീവിതത്തിന് ഓരോ വിരലിനക്കവും കണ്ണിമറ്റത്, കരഞ്ഞത്, അദ്ദേഹം കരഞ്ഞത്, എപ്പോഴൊക്കെ ചിരിച്ചത് മുഴുവൻ രേഖപ്പെടുത്തി ഒരൊറ്റ നേതാവേ ലോകത്തുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ അനുയായിയാ ഞാൻ. അതാണ് ബഹുമാനം. അല്ലാതെ ഹദീസ് ചവിട്ടിക്കളിക്കലല്ല. അത് ബഹുമാനം. ഹദീസ് ചവിട്ടിക്കളിക്കലല്ല ബഹുമാനം. ഞങ്ങൾ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നാട്ടിലുണ്ടാകണം. അതല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്, അതല്ലെങ്കിൽ ഇതും പറഞ്ഞ് നടക്കരുത്. ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങൾ എത്രയോ വിഷയങ്ങൾ ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു നോട്ടീസ്. എന്താ നോട്ടീസ്? അത് നമ്മുടെ സുഹൈർ ചുങ്കത്ത് ഒരു നോട്ടീസ് ഇറക്കി. നബിദിനം സുന്നത്ത്, നബിദിനാഘോഷം ബിദ്അത്ത് എന്നാണ് ടൈറ്റില്. അതിന് കണ്ടോ മാറി നബിദിനം നടത്താം എന്ന അവസ്ഥയിലെത്തിയില്ലേ? ആരാ പറയാത്? അതൊന്ന് വായിച്ചു പറയോ നിങ്ങള്? വായിച്ച് സമർത്ഥിക്കോ നിങ്ങള്? വായിച്ച് സമർത്ഥിക്കോ? ഇല്ല. കൃത്യമായി അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ടൈറ്റിൽ നബിദിന സുന്നത്ത്, നബിദിനാഘോഷം ബിദ്അത്ത് എന്ന് കാണുമ്പോ ചിലപ്പോ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കും നബിദിന സുന്നത്ത് എന്ന്. അത് മാത്രം വായിച്ചു പോകാൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു ടൈറ്റിൽ കണ്ടപ്പോ എന്തെടുത്തു? AP അബ്ദുൽ ഖാദർ മൗലവി വിളിച്ച് ശകാരിച്ചു. അപ്പൊ മടവൂരികൾ നേരെ ഫോൺ ഇങ്ങനെ കറക്കിയിട്ട് AP അബ്ദുൽ ഖാദർ വിളിക്കും. ഹലോ, ഞങ്ങൾ ഇന്നടുത്ത് നിന്നാണ്. എന്താ മൗലവി, ഈ നോട്ടീസ് കണ്ടില്ലേ മൗലവി? അങ്ങനല്ല മൗലവി. അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി എന്താ പറഞ്ഞത്? ഞാൻ സുഹൈറിനെ വിളിച്ച് നന്നായി ശകാരിച്ചിട്ടുണ്ട്, ഇനി മേലിൽ ഇങ്ങനത്തെ പണി നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിപ്പിട്ട് കിടക്കുക. എടാ, നട്ടലുള്ളൊരു നേതൃത്വമുണ്ട് ഞങ്ങൾക്ക്. അത് നിങ്ങൾക്കില്ലെങ്കിൽ തെക്കേ പുറത്ത് പോയിരുന്നു മോങ്ങുക. വേറെ നിവൃത്തിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അതിന് ചേരാത്തൊരു പ്രവർത്തനം കണ്ടാൽ ഞങ്ങളെ താക്കീത് ചെയ്യാനും ശകാരിക്കാനും ഞങ്ങളോട് കാര്യങ്ങൾ നേരാവണ്ണം പറഞ്ഞു തരാനും നട്ടലുള്ളൊരു നേതൃത്വം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ല, നിങ്ങളുടെ നട്ടില്ലാത്ത നേതൃത്വമല്ല. നിങ്ങൾ എന്ത് തോന്നിയാസം നടത്തിയാലും അതങ്ങനെ ആയിക്കോട്ടെ, മിണ്ടണ്ട. മിണ്ടിയാൽ അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കൂലേ? മിണ്ടി അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കൂലേ? ആ ജാതി പേടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനില്ല. തെറ്റ് ചെയ്താൽ, അരുതായ്മ കണ്ടാല് തിരുത്തി കൊടുക്കും നേതൃത്വം. അത് ശരിയല്ല മക്കളെ, അങ്ങനെ ചെയ്യരുത്, ഇനി മേലത് ആവർത്തിക്കരുത് പറഞ്ഞു കൊടുക്കും. അല്ലാതെ കയറൂരി വിടുകയല്ല. അത് കണ്ടിട്ട് നിങ്ങൾ മോങ്ങി നടന്നോളൂ. ഓരോ ജംഗ്ഷനിലും നിങ്ങളെ മോങ്ങൽ നടക്കട്ടെ എന്ന് അതിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളൂ. വേണ്ടി വന്നാൽ ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് വാ. എന്തേ വരാത്തത്? ഇത്രയും ഗതികെട്ട ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദീൻ വിട്ടാൽ എങ്ങനെയാണ്? ഇസ്ലാം വിട്ടുപോയാൽ അങ്ങനെയാണ്. അള്ളാഹ് പറഞ്ഞല്ലോ, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെതിരെ പ്രവർത്തിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, കൃത്യമായ ഹിദായത്ത് അവന് ബോധ്യപ്പെട്ടതിനു ശേഷം, നുവല്ലിഹി വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അവൻ സ്വീകരിക്കുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അവന് നരകം മതി. വസാഅത് മസീറാ, അത് എത്ര മോശമായ സങ്കേതമാണ്. ആ മോശമായ സങ്കേതമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ളവനാണവൻ. അല്ലാഹ് പറയാ, ഹിദായത്ത് കിട്ടിയിട്ട് തിരിഞ്ഞു പോയാൽ ഗൗരവമുള്ള വിഷയമാണ്.